السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഈ പെരുന്നാൾ സുദിനത്തിലും പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സൃഷ്ടായുസ് അവൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈദുൽ അദ്ഹ എന്ന പേര് തന്നെയും സൂചിപ്പിക്കുന്നത് ത്യാഗത്തിനെയാണ്. ബലിപെരുന്നാൾ ത്യാഗത്തിൻ്റെ സ്മരണയാണ്, ത്യാഗത്തിനുള്ള പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ ഈദുൽ അദ്ഹ എന്നത്. ത്യാഗത്തിൻ്റെ പര്യായമായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത പാതയെ അനുസ്മരിച്ചുകൊണ്ടും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടുമാണല്ലോ നാം ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം അല്ലദീ വഫ എന്നാണ്. കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം. കടമകൾ പൂർത്തീകരിക്കണമെങ്കിൽ വലിയ ത്യാഗം അനിവാര്യമാണ് എന്ന് പ്രത്യേകമായി പറയേണ്ടതില്ല. ആലോചിക്കാൻ പോലും കഴിയാത്ത, നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ത്യാഗമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിലൂടെ കാഴ്ചവെച്ചത്. അത് കേവലം കെട്ടുകഥകളല്ല, സാങ്കല്പികമായ ചില കഥകളല്ല, പച്ചയായ ജീവിതത്തിൽ ജീവിച്ചു തീർത്ത, അനുഭവിച്ചു തീർത്ത ത്യാഗങ്ങൾ തന്നെയായിരുന്നു അത്. സ്വന്തം മകനെ ബലിയെറുക്കണമെന്ന് റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് ലഭിക്കുമ്പോൾ അത് മറ്റൊന്നും ആലോചിക്കാതെ പ്രാവർത്തികമാക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗം. സ്വന്തം നാടും വീടും തൗഹീദിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടി വന്നപ്പോൾ അതിനും തയ്യാറായി. ഇന്നി രാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുന്നവനാണ്, ആ റബ്ബിലേക്ക് ഒരു മാർഗം കാണിച്ചു തരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാട് വിട്ടിറങ്ങി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് എത്തിയ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകനെയും ഭാര്യയെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് റബ്ബിന് കൽപ്പനയുണ്ടായപ്പോൾ അങ്ങകലെ ഇറാഖിൽ നിന്ന് യാത്ര ചെയ്ത് മക്കയിലെത്തി. ആയിരക്കണക്കായ കിലോമീറ്ററുകൾ താണ്ടി ആ മക്കയിൽ വന്ന് ആരാരുമില്ലാത്ത നാട്ടിൽ, ജനവാസമില്ലാത്ത നാട്ടിൽ, കൃഷിയില്ലാത്ത നാട്ടിൽ, വെള്ളമില്ലാത്ത നാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ റബ്ബിന്റെ കൽപ്പന പ്രകാരം പോയ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീയിലേക്ക് എറിയപ്പെടുമ്പോഴും എനിക്കെൻ്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുകയും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായി അദ്ദേഹത്തെ ശക്തമായി പീഡിപ്പിക്കുകയും അതിൻ്റെ പേരിൽ തീയിലേക്ക് എറിയപ്പെടുകയും ചെയ്യുമ്പോഴും ലവലേശം കുലുക്കമില്ലാതെ എൻ്റെ റബ്ബ് മതി എന്ന തൗഹീദിന്റെ പ്രഖ്യാപിച്ച ത്യാഗത്തിൻ്റെ സ്മരണയാണ് ബലിപെരുന്നാൾ. കഴിവ് നിർമ്മിക്കാൻ റബ്ബിന് കൽപ്പനയുണ്ടായി. ആ പിതാവും മകനും മാത്രം ചേർന്ന് ചുറ്റുഭാഗത്തുള്ള 5 മലകളിൽ നിന്നായി കല്ലുകൾ എടുത്തുകൊണ്ടുവന്ന് ആ കല്ലുകൾ ഉപയോഗിച്ച് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ കഅബാലയം. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന്
വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അതിനെ പരിചയപ്പെടുത്തി. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിയും മകനും കൂടെ കഅബയുടെ ചുമരുകളെ പടുത്തുയർത്തുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ എന്ന്. ആ ത്യാഗത്തിൻ്റെ കഥയാണ്, സ്മരണയാണ് ബലിപെരുന്നാൾ എന്നത്. സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ട ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 90 വയസ്സുകാലം വരെ സന്താനമുണ്ടായില്ല എന്നാണ്. ആ കാലത്തും അള്ളാഹുവിനെ കുറിച്ച് പരാതി പോലുമില്ലാതെ, എന്താണ് എൻ്റെ കാര്യത്തിൽ റബ്ബ് ഇങ്ങനെയെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ആ റബ്ബിൻ്റെ തീരുമാനത്തിൽ തൃപ്തിയടയുകയും ആ റബ്ബിനോട് സന്തോഷത്തോടെ പ്രാർത്ഥന നിർഭരമായി കഴിയുകയും 90-ാം വയസ്സിലും അള്ളാഹുവിനെ എനിക്ക് സന്താനങ്ങളെ, സ്വാലിഹായ മക്കളെ നൽകണേ എന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, റബ്ബിൽ നിരാശയില്ലാത്ത റബ്ബിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പ്രഖ്യാപിച്ചു, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അല്ലാഹു തആല ഇബ്രാഹീമിനെ ഖലീലായി, ചങ്ങാതിയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നാണ്. അദ്ദേഹം ഹനീഫായിരുന്നു, മുസ്ലിമായിരുന്നു, റഹ്മാനായ റബ്ബിനെ പരിപൂർണമായും സമർപ്പിച്ചവനായിരുന്നു, ഋജുമനസ്കനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുവാൻ, വിളിച്ചു പ്രാർത്ഥിക്കുവാൻ എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഏതെല്ലാം വഴിയിൽ നിന്ന് ഉണ്ടായപ്പോഴും അതൊന്നും തയ്യാറാവാതെ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അല്ലാഹു തആല പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ റബ്ബിന് സമർപ്പിക്കണം, കീഴൊതുങ്ങണമെന്ന് പറയുമ്പോൾ ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിത ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ഈ ഉമ്മത്തിന് മുഴുവനും മുസ്ലിം എന്ന പേര് അദ്ദേഹമാണ് നിശ്ചയിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, മുസ്ലിം എന്ന പേരാണ് അല്ലാഹു തആല നിശ്ചയിച്ചത്. അത് ഇബ്രാഹിം നബിയുടെ ആ പാത പിൻപറ്റിക്കൊണ്ടാണ് മുസ്ലിം, സമർപ്പിച്ചവനെന്ന ആ ഒരു പേര് തന്നെയും ഈ ഉമ്മത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചു തന്നത്. ആ സമർപ്പണത്തിൻ്റെ സ്മരണയാണ്, ആ ത്യാഗത്തിൻ്റെ പ്രതിജ്ഞയാണ് ഈ ദിവസത്തിൽ നമ്മൾ പുതുക്കേണ്ടത്. പ്രവാചകന്മാർ മുഴുവനും ത്യാഗം സഹിച്ചവരാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൻ്റെ മാർഗത്തിൽ സഹിച്ച ത്യാഗങ്ങളെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാം. സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നപ്പോൾ തയ്യാറായി, കുടുംബങ്ങളെല്ലാം ഒഴിഞ്ഞു പോയപ്പോഴും അവിടെയും തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അതിശക്തമായ പീഡനങ്ങൾ 3 കൊല്ലക്കാലമാണ് മക്കയിൽ ശൈബ് അബി ത്വാലിബിൽ ഭക്ഷണം പോലും ലഭിക്കാതെ ആ കുന്നിന് മുകളിൽ ഖുറൈശികൾ പ്രവാചകരെയും സഹാബത്തിനെയും അവിടെ ഖരോവ ചെയ്ത് അവിടെ തടവിലാക്കി എന്ന മട്ടിൽ അവിടെ താമസിപ്പിച്ചത്. ആ കുന്നിന് മുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ അവിടെയുള്ള വള്ളികളും ചെടികളുമൊക്കെയുള്ള അതിൻ്റെ ഇലകൾ, അതിൻ്റെ കായകൾ പറിച്ചു ഭക്ഷിച്ച് ആടുകൾ കാട്ടിക്കും പോലെ ഞങ്ങൾ കാട്ടിച്ചിരുന്നുവെന്ന് സ്വഹാബിമാർ പറയുമാറ് ത്യാഗം സഹിച്ച പ്രവാചകരുടെ ആ സ്മരണ ഈ ദിവസത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടതുണ്ട്. സ്വഹാബിമാർ വലിയ ത്യാഗമാണ് ആ രംഗത്ത് നിർവഹിച്ചത്. സ്വന്തം നാടും വീടും ഒഴിവാക്കി വന്നവർ, എല്ലാം ത്യജിക്കേണ്ടി വന്നപ്പോൾ തയ്യാറായവർ, പ്രവാചകന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഒരുങ്ങിയവർ, യുദ്ധങ്ങളിൽ സ്വന്തം ജീവൻ പോലും ത്യജിച്ച് ഷഹീദാവാൻ താൽപര്യപൂർവ്വം മുന്നോട്ട് വന്നവർ, ആ വഴി സ്വീകരിച്ച താബഈങ്ങളും ശേഷം വന്ന അഹ്ലുസുന്നയുടെ മുൻകാല നേതാക്കന്മാരുമൊക്കെ വലിയ വലിയ ത്യാഗത്തിൻ്റെ സ്മരണയാണ്, പാഠമാണ് നമുക്കെല്ലാം പകർന്നു തന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 16,000 കിലോമീറ്ററാണ് അന്നത്തെ കാലത്ത് സഞ്ചരിച്ചത്, ഹദീസുകൾ സംരക്ഷിക്കുവാനും ഹദീസുകൾ ശേഖരിക്കാനും വേണ്ടി മാത്രം. 16,000 കിലോമീറ്റർ അക്കാലത്ത് നടന്നും കഴുതപ്പുറത്തും അല്ലാതെയും ഒക്കെയായി ആ കാലത്ത് 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് 16,000 കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇമാം ഷാഫി റഹിമഹുല്ല എത്രയാണ് ത്യാഗം സഹിച്ചത്. ഇമാം അഹ്മദ് 2.5 കൊല്ലമാണ് ജയിൽവാസം അനുഷ്ഠിച്ചത്, മറ്റൊന്നിനുമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊണ്ടു എന്ന ഒറ്റക്കാരത്താൽ 70-ാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും 2.5 കൊല്ലം ജയിലിൽ കിടക്കുകയും ചാട്ടവാറ് കൊണ്ട് പരസ്യമായി ജുമുഅയ്ക്ക് ശേഷം പള്ളിയുടെ പുറത്ത് മൈതാനത്ത് വെച്ച് പരസ്യമായി ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെടുകയും ചെയ്ത അഹ്ലുസുന്നയുടെ ഇമാമാണ് ഇമാമുസുന്ന അഹ്മദ് ഹംബൽ റഹിമഹുല്ല, ഇമാം നബി റഹിമഹുല്ല, ഇബ്നു തൈമിയ്യ റഹിമഹുല്ല. അവരൊക്കെ എത്രയാണ് സമുദായത്തിന് വേണ്ടി ത്യാഗങ്ങളുടെ പാഠങ്ങൾ പകർന്നു നൽകിയത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ല എഴുതിയ മുഴുവൻ കിതാബുകളും ലഭിക്കുകയാണ് എങ്കിൽ അതുപയോഗിച്ച്
നൈൽ നദിക്ക് പാലം കെട്ടാമെന്നാണ് ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അത്രയേറെ കിതാബുകൾ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയുണ്ടാക്കിയവൻ. 6000 കിതാബ് വരെ അദ്ദേഹം എഴുതി എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. നബി ഇമാം റഹിമഹുല്ല ദുനിയാവിൽ ജീവിച്ചതാകെ 45 വയസ്സ് വരെയാണ്. പക്ഷെ 45 കൊല്ലം ഒരാൾ ജീവിച്ചാൽ എത്ര ദിവസമായിരിക്കും അയാൾ ജീവിക്കുക? അതിനേക്കാൾ ഏറെ പേജുകൾ അദ്ദേഹം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എഴുതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ത്യാഗം സഹിച്ചവർ നമ്മുടെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവർ, പീഡിപ്പിക്കപ്പെട്ടവർ, ജയിലിൽ അടക്കപ്പെട്ടവർ, കുടുംബത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെട്ടവർ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ത്യാഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നും നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ത്യാഗമാണ് ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയെത്ര വേദനയാണ് അവർ തിന്നുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ ദിനങ്ങളിൽ പോലും സന്തോഷം എന്താണ് എന്നറിയാത്ത രൂപത്തിലാണ് ആ പിഞ്ചോമന മക്കളടക്കം സഹോദരിമാരടക്കം ആ ഫലസ്തീനിൽ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ അവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ത്യാഗമെന്നത് പറയാൻ എളുപ്പമുണ്ട്. ഒരു ത്യാഗത്തിൻ്റെ പാഠം ഈ ദിവസത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് പെരുന്നാൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്നത്. ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. റബ്ബിന് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവർ എമ്പാടുമുണ്ട് നമ്മുടെ മുൻഗാമികളിൽ. നമ്മുടെ സലഫി പണ്ഡിതന്മാരെ പോലും കഴിഞ്ഞ കാല തലമുറകളിൽ വലിയ വലിയ ത്യാഗങ്ങളുടെ പാഠങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരിച്ച എമ്പാടും നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അബുൽ കലാം ആസാദും ഈ മൊയ്ദ് മൗലവിയും അതേപോലെ KM മൗലവിയും മുഹമ്മദ് റഹ്മാൻ സാഹിബും അടക്കമുള്ള എത്രയെത്ര നേതാക്കന്മാരാണ് വലിയ ത്യാഗങ്ങളുടെ പാഠങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും നമുക്കത് പകർന്നു തരികയും ചെയ്തത്. സഹോദരൻ, നമ്മളൊക്കെ എന്തു ത്യാഗമാണ് ചെയ്തത് എന്ന് ഈ തക്ബീർ ധ്വനികൾ മുഴക്കുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ ആലോചിക്കുക, എന്തു ത്യാഗമാണ് ഞാൻ ചെയ്തത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, എൻ്റെ പരലോകത്തിന് വേണ്ടി. ഈ മാർഗത്തിൽ എന്തു ത്യാഗമാണ് ഞാൻ ചെയ്തത്. നമ്മളും പ്രഖ്യാപിക്കുന്നുണ്ട്, വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന ഇബ്രാഹിം നബിയുടെ ആ പ്രഖ്യാപനം നമ്മളും പ്രഖ്യാപിക്കുന്നു എല്ലാ ദിവസവും. പക്ഷേ അതൊന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമല്ലേ നമ്മുടെ ഭാഗത്തുള്ളത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകനെ അറുക്കാൻ തയ്യാറായപ്പോൾ, ലക്ഷണമൊത്തൊരു ഒരു ഉരുവിനെ ബലിയറുക്കണമെന്ന് പറയുമ്പോൾ ശേഷിയുണ്ടായിട്ട് നമ്മിൽ എത്ര പേർ അതിന് തയ്യാറായി? ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിൽ 2 ആൾ ചേർന്നറുക്കാം, 3 ആൾ ചേർന്നറുക്കാം, 7 ആൾക്ക് വരെ ഒരു മാടിൽ ഷെയർ ചേർന്നുകൊണ്ട് അറുക്കാമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് ഒരു 7000, 8000, 10,000 രൂപ ഒരു ഷെയറായി കൊടുത്തുകൊണ്ടെങ്കിലും എനിക്കുമുണ്ടാവട്ടെ ഒരു ബലി, ഞാനും ചെയ്യട്ടെ, ത്യാഗമെന്ന് ചിന്തിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. സഹോദരങ്ങളെ, നിലപാടുകളിൽ മാറ്റമുണ്ടാവേണ്ടതുണ്ട്. നന്മകൾ ചെയ്യാൻ ത്യാഗം ആവശ്യമുണ്ട്. തിന്മയിൽ മാറി നിൽക്കാൻ ത്യാഗം ആവശ്യമുണ്ട്. എല്ലാ ദിവസവും 5 നേരം കൃത്യമായി നിസ്കരിക്കണമെങ്കിൽ ത്യാഗം ആവശ്യമുണ്ട്. ജമാഅത്തായി പള്ളി വന്ന് നിസ്കരിക്കണമെങ്കിൽ ത്യാഗം ആവശ്യമുണ്ട്. രാത്രി നമസ്കാരം നിർവഹിക്കണമെങ്കിൽ ത്യാഗം ആവശ്യമുണ്ട്. തിന്മയിൽ മാറി നിൽക്കണമെങ്കിൽ ത്യാഗം അനിവാര്യമാണ്. സമൂഹമൊന്നാകെ തിന്മയുടെ പിന്നാലെ പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ഞാൻ ആ വഴിക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ ത്യാഗം അനിവാര്യം തന്നെയാണ്. ശിർക്കിനോട് വിട പറയാൻ ത്യാഗം അനിവാര്യമാണ്. ഹറാമുകൾ, തോന്നിവാസങ്ങൾ നാട് മുഴുവൻ നിറഞ്ഞാടുമ്പോൾ അവിടെ നിന്നൊക്കെ മാറി നിന്ന് ഞാനൊരു മുസ്ലിമാണ്, ഹനീഫൻ മുസ്ലിമ, ഋജുമനസ്കനായും റബ്ബിലേക്ക് തിരിഞ്ഞവനാണ്, അല്ലാഹ്ക്ക് കീഴ്പ്പെട്ടവനാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ത്യാഗനിർഭരമായ ജീവിതം കാഴ്ചവെക്കൽ തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും വലിയ ത്യാഗം തന്നെയാണ്. ദീന് പഠിക്കൽ, അത് പഠിപ്പിക്കൽ വലിയ ത്യാഗമാണ്. നമുക്കിന്ന് പള്ളിയുണ്ട്, മദ്രസയുണ്ട്. നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് 2 മദ്രസകൾ അൽഹംദുലില്ലാഹ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവുമുള്ള മദ്രസ, ഞായറാഴ്ച മാത്രമുള്ള മദ്രസ, ദർസ് സംവിധാനം നമ്മുടെ ഈ പള്ളിയിലുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ എമ്പാടും സംവിധാനമുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പോലും, മക്കളെ ആ വഴിയിൽ പറഞ്ഞയക്കാൻ പോലും, നമുക്കും ദീന് പഠിക്കണമെന്ന ആ ഒരു തീരുമാനമെടുക്കാൻ പോലും സാധിക്കാത്ത നമുക്ക് സഹോദരങ്ങളെ, ഈ അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം മുഴക്കാൻ അർഹതയുണ്ടോ എന്നത് നാം സ്വന്തത്തോട് തന്നെ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ദിവസം അത്തരം ത്യാഗത്തിൻ്റെ ഒരു പാഠം സ്വന്തം മനസ്സിൽ കുത്തിവെച്ചുകൊണ്ട് എൻ്റെ റബ്ബിന് വേണ്ടി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന് വേണ്ടി ഞാൻ എല്ലാം സമർപ്പിക്കുന്നു, ഞാൻ കീഴ്പ്പെടുന്നു, എനിക്ക് ഏറ്റവും വലിയത് അല്ലാഹയാണ്, അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയത്, അവനല്ലാതെ ഇലാഹില്ല, ലാ ഇലാഹ
ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധ്യനുമില്ല. എൻ്റെ ആരാധന മുഴുവനും എൻ്റെ റബ്ബിനോട് മാത്രമാണ്. ഇല്ല, തേട്ടകൾ മുഴുവനും എൻ്റെ റബ്ബിനോട് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബ് തീരുമാനിച്ചത് നടക്കൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. റബ്ബേ, നീ നൽകിയാൽ തടയുന്നവരില്ല, നീ തടഞ്ഞാൽ നൽകുന്നവരില്ല. തീയിലേക്ക് എറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഹസ്ബിയല്ലാഹ്, എനിക്കല്ല മതി, വനിഅമൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അള്ളയാണ് എന്ന ആ പ്രഖ്യാപനത്തെ നെഞ്ചോട് ചേർക്കുക, പ്രാർത്ഥിക്കുക. ഈ പെരുന്നാൾ സന്തോഷപൂർണ്ണമാക്കുക. കുടുംബ ബന്ധങ്ങൾ ചേർക്കപ്പെടണം. പഴയകാല ഒരുപാട് ബന്ധങ്ങളെ മുറിഞ്ഞു പോയവയുണ്ടാവാം, മുറിച്ച് കളഞ്ഞവയുണ്ടാവാം. അതൊക്കെ വിളക്കി ചേർക്കാൻ ഈ പെരുന്നാൾ നമുക്ക് പ്രചോദനമാകണം. സാമ്പത്തികമായി കഴിയുന്ന ആളുകൾ അതനുസരിച്ച് ദാനധർമ്മങ്ങൾ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. അയൽവാസികളുമായി, ബന്ധുക്കളുമായി, സുഹൃത്തുക്കളുമായി എല്ലാമുള്ള ബന്ധത്തെ കൂട്ടിയിണക്കണം. സന്തോഷമുണ്ടാകണം. മക്കൾക്ക്, കുടുംബത്തിനെല്ലാം സന്തോഷം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ നന്മകൾ വർദ്ധിപ്പിക്കണം. തിന്മകൾ ഇന്നും തിന്മകൾ തന്നെയാണ്. ദൂർത്തടിക്കാതെ, അമിതവ്യയം ചെയ്യാതെ, അതേപോലെ ഹറാമായ വേഷങ്ങൾ ധരിക്കാതെ മാന്യമായി ഇസ്ലാമികമായി തന്നെ ജീവിച്ചുകൊണ്ട് പരമാവധി അനുവദനീയമായ സന്തോഷങ്ങളെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.